അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഡേ 2 നോറ 22 പോയിന്റ്സിന് ടോപ്പ്. അടുത്ത് തന്നെ ആര്യൻ 20 പോയിന്റ്സ്, നെവിൻ 18 പോയിന്റ്സ്, അക്ബർ 16 പോയിന്റ്, പിന്നെ സാബുമാൻ 15, അനുമോൾ 13, ഷാനവാസ് 12, ആദില 11, പിന്നെ അനീഷ് 9. ഇങ്ങനെയാണ് പോയിന്റ്സ് പോയിരിക്കുന്നത് കേട്ടോ. ഇന്ന് എന്തായാലും നൂറയ്ക്ക് ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് ആ ഒരു പസിൽ ടാസ്ക്കാണ്. പുള്ളിക്കാർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി, നന്നായിട്ട് ചെയ്തു. വളരെ ചുരുക്ക ടൈമിലാണ് കിട്ടിയത്, 14 മിനിറ്റ്സിലാണ് ചെയ്തത്. അത് ശരിക്കും പിന്നെ ലാസ്റ്റ് പോയ ആൾക്കാർ നന്നായിട്ട് സ്പീഡിൽ ചെയ്തു, ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് അനീഷ്, പിന്നെ ആര്യന് സ്ട്രഗിൾ ചെയ്തു. പിന്നെ ബാക്കി എല്ലാവരും എല്ലാവരും 22 മിനിറ്റ്സ് ഒക്കെ എടുത്തു. പക്ഷെ നൂറയാണ് 14 മിനിറ്റിൽ, പിന്നെ നെവിൻ 18 മിനിറ്റിൽ. അപ്പം നൂറ ഫസ്റ്റ് പൊസിഷൻ, പിന്നെ നെവിൻ അടുത്ത് വന്നു. പിന്നെ തേർഡ് ടാസ്ക് വന്നപ്പോഴേക്കും ആര്യൻ മുകളിലോട്ട് വന്നു. ആര്യൻ 40 സെക്കൻഡ്സിൽ തീർത്തു. 40 സെക്കൻഡ്സിൽ അതിൽ ടോപ്പ് ഞാൻ പറയുന്നത് ആര്യൻ, പിന്നെ അക്ബർ 42 സെക്കൻഡ്, 2 സെക്കൻഡ് ഡിഫറൻസിലാണ് അക്ബർ ചെയ്തത്. ആര്യനും അക്ബർ. പിന്നെ നെവിൻ 1 മിനിറ്റ് 1 സെക്കൻഡിലാണ് നെവിൻ തീർത്തത്. അപ്പോൾ അടുത്തടുത്താണ്. പിന്നെ നൂറ എടുത്ത് പറയണം, ഇവിടെ നൂറയും വന്നു 1 മിനിറ്റ് 41 സെക്കൻഡ്സ്. അപ്പോൾ ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആര്യൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ആര്യന് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനൊന്നും മടിയില്ല. ആ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ശരിക്കും അക്ബറിനൊന്നും ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അക്ബർ, നെവിൻ, നൂറ ഇവരൊക്കെ ടെക്നിക്ക് പറയുന്നുണ്ട്. സ്റ്റിഫാക്കി വയ്ക്കുക, റിസ്റ്റ് അനക്കരുത്, ബ്രീത്ത് സ്ലോലി, ഇതൊക്കെ പറഞ്ഞ ടെക്നിക്കാണ്. അത് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്താൽ അവർക്ക് എളുപ്പമാവില്ലേ. ജസ്റ്റ് ഒരു 2 സെക്കൻഡാണ് അക്ബർ ജസ്റ്റ് ഡിഫറൻസ് ഉള്ളൂ, അത് ഓർത്തോളണേ. പക്ഷെ ആര്യൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ആദില നൂറയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ആര്യനാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യണം. അത് ആ ഒരു ഗുഡ് പോയിന്റ് ഉണ്ട് കേട്ടോ, ആര്യൻ ഇല്ലാതെ പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ നേച്ചറാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്ക്. നാളെ ഉണ്ടാവും ടാസ്ക്. നാളെ വേറെ ഒരുമിച്ചുള്ളൊരു ഗ്രൂപ്പ് ടാസ്ക് വരുന്നുണ്ട്. ഇച്ചിരി ടഫായിരിക്കും ചിലപ്പം. അത് ഫിസിക്കൽ, പിന്നെ ഒരു എൻഡുറൻസ് ടാസ്ക് ആവാൻ സാധ്യതയുണ്ട്. നോക്കാം. അങ്ങനെ പോകുന്നു. പിന്നെ നമുക്ക് ഡെയിലി ഇഷ്യൂസിലേക്ക് വരികയാണെങ്കിൽ കിച്ചണിൽ ആദ്യം തന്നെ പ്രോബ്ലം ഉണ്ട്. രാവിലെ തന്നെ ഒരു ബഹളം ഉണ്ടാക്കും, കാരണം പാത്രം ഒന്നും ക്ലീൻ അല്ല. ആരൊക്കെയോ രാത്രി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ അനു, ഷാനവാസൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പറയുന്നുണ്ടായിരുന്നു ജയിൽ നോമിനേഷനിൽ എന്തായാലും ക്യാപ്റ്റൻസിൽ 3 പേരിൽ 2 പേരെ ഇടും കേട്ടോ. ഇത്തവണ ഉറപ്പാണ് അവർ ക്യാപ്റ്റൻസിയിൽ നിന്ന് നേരെ ജയിലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അത് ഉറപ്പിച്ചോ. അപ്പം അതെന്തായാലും ഇടും. അപ്പോൾ പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ ആദിലനെയൊക്കെ ഞാൻ കിച്ചണിൽ കണ്ടിട്ടേയില്ല. ഈ ഫുൾ സീസൺ ആദില കിച്ചണിൻ്റെ ഒരു ഡ്യൂട്ടിയോ ഏതെങ്കിലും ഡ്യൂട്ടി 100% എടുത്ത് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അത് ഈ അനു കിച്ചൺ ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞപ്പം ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് നെവിൻ ഒക്കെ. അപ്പോൾ ഇത്തവണ അക്ബറൊക്കെ അവരുടെ കൂടി. അപ്പം ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് എപ്പോഴും നെവിനിൽ തോന്നും കേട്ടോ ആ കാര്യത്തിൽ. കാരണം പുള്ളിക്കാരൻ അത് ഇറങ്ങി തിരിച്ചു. വേണ്ട ഞാൻ കയറി ഞാൻ കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ എന്തായിരുന്നു ഇവർക്കൊന്നുമില്ല. പിന്നെ 100 ചായ ഉണ്ടാക്കും, വേറൊന്നും ഞാൻ ഇത്ര വലിയ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവരൊക്കെയാണ് ഈ പറയുന്ന കിച്ചൻ്റെ കാര്യം. എന്തായാലും കിച്ചന് ഫുഡൊക്കെ ലേറ്റാണ്. അതിപ്പോൾ ഈ സീസൺ മൊത്തം ലേറ്റാണ്. ഇന്ന് പ്രത്യേകിച്ച് ലേറ്റ് ആയിരുന്നു, കാരണം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ആരുമേ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കില്ല. ഒരാൾക്ക് ടാസ്ക് നടക്കുമ്പോൾ മറ്റൊരാൾക്ക് പോയി കുക്ക് ചെയ്തൂടെ, ഹെൽപ്പ് ചെയ്തൂടെ. അത് മ്യൂച്വൽ ആ ഒരു ഹെൽപ്പും ആ ഒരു ഫ്രണ്ട്ലിനെസ്സും ഈ തവണത്തെ കണ്ടസ്റ്റൻസിന് 0 ആണ് കേട്ടോ. 0 ആണത്. അതെനിക്ക് എപ്പോഴും തോന്നും. പിന്നെ മോർണിംഗിൽ വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ അനീഷ് മരുന്ന് എടുക്കാൻ പോയപ്പോൾ അക്ബർ വന്നിട്ട് പറഞ്ഞു അനീഷേട്ട ഞാൻ കൊടുത്തോളാം എന്ന് എന്തോ പറഞ്ഞു. അപ്പോൾ അന്നേരം കൊടുത്തു. പുള്ളിക്കാരൻ ശരി കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പോയി ഇരിക്കുന്നു. ആ സ്ട്രാറ്റജി പുള്ളിക്കാരൻ്റെ അടുത്ത കാർഡ് സിമ്പതി കാർഡ് എടുക്കാനാണ്. അതായത് എൻ്റെ അച്ഛന് ഞാൻ മരുന്ന് കൊടുത്തിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തുന്നു, എനിക്ക് അതുപോലും കൊടുക്കാൻ പറ്റില്ല, ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. അനീഷേ പ്ലീസ്, ഇതിപ്പോൾ എല്ലാവർക്കും അപ്പം അക്ബറൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷാനവാസ്. ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ സത്യം പറയാലോ, അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സിമ്പതി ഇപ്പോൾ തോന്നുന്നില്ല. കാരണം അനീഷിൻ്റെ കാർഡുകളൊക്കെ എക്സ്പോസ്ഡായി കഴിഞ്ഞ വീക്കെൻഡിൽ. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതൊരു കാർഡ് കളിയാണ്, ഗെയിം കളിയാണ്. അത് പഠിച്ചിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒരാവശ്യം പറഞ്ഞാൽ പിന്നെ ഇത് പറയുമ്പോഴല്ലോ അത് തന്നെയാണ് സംഭവം. അത്രയേ ഉള്ളൂ. അപ്പോൾ അനീഷിൻ്റെ ഗെയിം അതായിരുന്നു. അപ്പോൾ അനീഷിൻ്റെ കണ്ടന്റ് അതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അനീഷിൻ്റെ കണ്ടന്റ് മുഴുവൻ BB+ കേട്ടോ പോകുന്നത്. കാരണം ഇങ്ങനത്തെ കണ്ടന്റൊക്കെ എപ്പിസോഡിൽ ഇടാൻ ഇനി എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതങ്ങനെ പോയി. ഇനി അടുത്ത എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആദില നൂറയൊക്കെ ഈ പാലൊക്കെ എടുത്ത് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മോഷണം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് അവർ മോഷണം കാണിക്കുന്നുണ്ട്. അത് എപ്പിസോഡിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ മിക്കവാറും അത് വരും, വീക്കെൻഡിൽ പിടിക്കും.
അതല്ല BB+ൽ അവർ പറയുന്നുണ്ട് മുട്ട ഇത്തവണ എഗ്ഗ് വന്നിട്ടുണ്ടായിരുന്നു, മുട്ട വന്നിട്ട് 12 എണ്ണം കണ്ട് വന്നു, അപ്പം 3 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ആര്യൻ ചോദിക്കും, കഴിഞ്ഞ പ്രാവശ്യം ആര്യന് കിട്ടിയില്ല, ആര്യൻ്റെ അത് ഇവരാണ് എടുത്തത് ആര്യൻ്റെ എഗ്ഗ്. പക്ഷെ അത് ഇപ്പോൾ ഈ ആര്യൻ ഈ തവണ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മിക്കവാറും ഇതൊക്കെ പൊക്കൂട്ടോ, ഇതൊക്കെ വീക്കെൻഡ് ആകുമ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കും ആരാണ് മുട്ട മോഷ്ടിച്ചത്, ആരാണ് പാല് മോഷ്ടിക്കുന്നത് എന്നൊക്കെ പറയാം. കാരണം എന്നറിയോ, ഇന്ന് നെവിൻ വൈകുന്നേരം ചായ ഉണ്ടാക്കാനായിട്ട് പാലെടുക്കുന്ന അനുമോൾ കണ്ടപ്പോൾ തൊട്ട് അനുമോൾ അവിടെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ഇഷ്യൂ ഉണ്ടാക്കുന്നു. അപ്പോൾ നാളെ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും കേട്ടോ രാവിലെ. പക്ഷേ ആക്ച്വലി നെവിൻ പാലെടുത്തില്ല, അത് തിരിച്ചുകൊണ്ട് വെച്ചു. കാരണം നെവിൻ എന്നെ ടെൻഷൻ, ഞാൻ എന്തിനാണ് അടിക്കുന്നത്, ഞാൻ എന്തിനാണ് നെഗറ്റീവ് അടിക്കുന്നത് എന്ന് വിചാരിച്ച് നെവിൻ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചിട്ട് അവർ രണ്ടും കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ആണോ ഉണ്ടാക്കി കഴിച്ചേക്കുക. ചായ ആയിരിക്കും, കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് ഞാൻ വൈകുന്നേരം. അപ്പോൾ അത് എടുത്തിട്ടില്ല. പക്ഷെ നാളെ ഒരു ഇഷ്യൂ അതിനും ഉണ്ടാക്കും. അതൊക്കെ വീക്കെൻഡിൽ വരും. ഇനി വീക്കെൻഡിലേക്കുള്ള ടോപ്പിക്സ് ആയിരിക്കും ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോർണിംഗ് ടാസ്കിൽ നമ്മുടെ അനുമോൾ പണ്ടത്തെ മോർണിംഗ് ടാസ്ക് ശരിക്കും ഫൺ ടാസ്ക് ആയിരുന്നു. പക്ഷെ അത് ഫണ്ണായിട്ടല്ല പോയത്. അനുമോള് ബസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പം, അത് അക്ബറിനോട് എന്തോ ചെയ്തെന്ന് ആ ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ ബസ്സിൻ്റെ സംഭവം എടുത്തിട്ട് പിന്നെ അത് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, വീക്കെൻഡിൽ ലാലേട്ടൻ ശരിക്കും പറയാത്തതിൻ്റെ കുറവാണ്. അനുമോള് ഈ ജെൻഡർ കാർഡ് കൊണ്ടു നടക്കും. ഈ വിമൻ്റെ കാര്യവും ഇന്നലെ തന്നെ ആ ക്യാമറ നോക്കിയിട്ട് ഇവരെല്ലാവരും പെണ്ണുങ്ങൾ ടോപ്പിലെത്തില്ല, പെണ്ണുങ്ങൾ ടോപ്പിലെത്തിയിട്ടുണ്ടല്ലോ, പെണ്ണുങ്ങളെല്ലാ സീസൺ 4 എടുത്ത് നോക്കിക്കോ, അവിടെ 3 പെൺപിള്ളേരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ധന്യ ടോപ്പ് 5 ഉണ്ടായിരുന്നു, ധന്യ, നമ്മുടെ ലക്ഷ്മി പ്രിയ, ദിൽഷ. എല്ലാവർക്കും ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആരുമേ ഒരുപോലെ ഇല്ല. അവരൊക്കെ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് ടോപ്പിലേക്ക് വന്നത്. അപ്പം കളിച്ചിട്ടില്ല എന്നൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. ആ കാർഡുകളൊന്നും ഇവിടെ എടുക്കണ്ട. എല്ലാ രീതിയിലും ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഇറക്കുന്ന കാർഡ് ഇവരും എല്ലാവരും ഇതാണ് കേട്ടോ, പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നില്ല. അതുപോലെ ഈ ബസ്സിൻ്റെ സംഭവമൊക്കെ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ശരിയായിട്ട് ചെയ്യുന്നു, അതൊക്കെ പൊട്ടിച്ചു കൊടുത്തുകൊണ്ടാണ് പൊട്ടിക്കാത്തതുകൊണ്ടാണ് ഈ കാര്യം പിന്നെയും വന്നു പറയുന്നത്. പിന്നെ അതുപോലെ അനു സോറി പറഞ്ഞിട്ടില്ല, ഒരു തെറ്റിന് അനു സോറി പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് ഹൗസിൽ അനു ഒരിക്കലും സോറി പറയില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം PR പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഇവരുടെയൊക്കെ നിഗമനം. അത് കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്, കാരണം പുള്ളിക്കാരി സോറി പറയത്തില്ല. അതുകൊണ്ട് PR പുറത്ത് പറയുന്നതൊക്കെ അനുമോൾ അകത്തിരുന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നലത്തെ നോമിനേഷനൊക്കെ പറഞ്ഞല്ലോ, അതായത് അക്ബറിന് കണക്ഷൻ ഉണ്ടെന്നും നെവീന് അവിടെ സപ്പോർട്ട് ഉണ്ടെന്നും ഒക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് PR പുറത്ത് പറയുന്നതൊക്കെ എങ്ങനെയാണ് അനുമോൾ അതിൻ്റെ അകത്ത് പറയുന്നത്? എനിക്ക് എപ്പോഴും ഡൗട്ടാണ്. അത് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ചോദിച്ചിരുന്നു കരച്ചിൽ കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇവിടെ ഇതിന് കരച്ചിൽ കാർഡ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഷാനവാസ് ഒന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾക്ക് ചെറിയ പേടി, പക്ഷെ അത് ലക്ഷ്മി പറഞ്ഞു കൊടുത്താന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അനുമോൾ അങ്ങോട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് അനുമോൾക്ക് ചെറുതായിട്ടൊന്ന് കൊണ്ടുവിട്ടു. അത് പറഞ്ഞ് അത് ആ ടോപ്പിക് എടുത്തിട്ട് ഷാനവാസിനെ പുറകെ നടന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാസ്ക് കടന്നു. ടാസ്കിൽ എനിക്ക് അറിഞ്ഞൂടാ എന്തിനാ അനീഷ് എപ്പോഴും കഴിഞ്ഞ ടാസ്കിൽ എന്തോ കള്ളത്തരം കാണിക്കുന്നതിന് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് വന്നു. ഈ ടാസ്കിൽ എന്തോ കോപ്പി അടിക്കരുത് അനീഷ എന്ന് പറഞ്ഞു, അതിൽ ആദ്യം കോപ്പി അടിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയിപ്പിക്കാതിരിക്കുക, അടിക്കല്ലേ, നെഗറ്റീവ് അടിക്കാതെ പോവുക, അത്രയേ ഉള്ളൂ. ടാസ്കൊക്കെ കളിച്ച് പോവുക. അനീഷിനൊക്കെ അതേ ചെയ്താൽ മതി, അത് വെറുതെ ഓവർഡൂ ചെയ്തിട്ട് നെഗറ്റീവ് ആവുന്ന എന്തിനാണ്. പിന്നെയാണ് നൂറയുടെ പേടി. കാരണം എന്താ, നൂറ ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിലും തൊട്ടടുത്ത കാര്യങ്ങളുകൊണ്ട് തന്നെ നൂറയ്ക്ക് പേടി. ഞാൻ ഡിസേർവിങ് അല്ല എന്ന് എല്ലാവരും പറയുന്നു. അത് അവർ പറഞ്ഞോട്ടെ, നൂറയ്ക്ക് എന്താ തോന്നുന്നത്? നൂറ ഡിസേർവിങ് അല്ലാതെ നൂറയ്ക്ക് എന്നാ തോന്നുന്നുണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? നൂറയുടെ കണ്ടന്റ് എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് നൂറയുടെ കണ്ടന്റ് ഒന്നുമില്ല. ഇപ്പോൾ ടാസ്ക് കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ബിഗ് ബോസ് വന്നിട്ട് സാബുമാനും നൂറയും ടാസ്ക് കളിച്ചിട്ട് എന്നാൽ ടോപ്പ് 5ലേക്ക് പോട്ടെ, അതാണ് ആഗ്രഹം. അതല്ല, എനിക്കിവിടെ കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടെ ആവണം ടോപ്പ് 5ലേക്ക് വരേണ്ടതെന്നാണ് ആഗ്രഹം. അതാണ് ഡിസേർവിങ്. ജസ്റ്റ് അതല്ലേ സത്യം, അതല്ലേ ഒരു ന്യായം. ബിഗ് ബോസിനോട് ചെയ്യുന്നൊരു ന്യായം, ബിഗ് ബോസ് ഷോയിനോട് ചെയ്യുന്ന ന്യായം. നൂറയുടെ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നെഗറ്റീവ്. ഈ പുള്ളിക്കാരി നോമിനേഷൻ വരുമ്പം ഒരു സെൻറ്റിമെൻറ്റ്സ് അടിക്കും, എന്നിട്ട് പേടിയും ടെൻഷനും, ആ സംഭവം നൂറയുടെ എപ്പോഴും വരും. അത് തന്നെയാണ് പിന്നെ ഇവർ രണ്ടുപേരും ഈ നാദിലെ നൂറയിൽ നിന്ന് സംസാരിക്കുന്നത് തന്നെ അതാണ്, അവരുടെ കണ്ടൻറ്റാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് പറയാൻ അത് ഓഡിയൻസിനോട് പറയാനുള്ള അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസ് അവർ ഹറാസ് ചെയ്യുന്നു. ക്യാപ്റ്റൻസ് ഒന്നും എനിക്ക് ഹറാസ് ചെയ്യാനും തോന്നുന്നില്ല. അവർ നോർമലായിട്ട് തന്നെ ചെയ്യുന്നു. അവർ ഒന്നുമേ ഓവർഡു ചെയ്യും ഞാൻ പേടിച്ചു അവർ ചെയ്യും, അവർ നെഗറ്റീവ് ആവുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സത്യമായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അവർ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ നാളെ മറ്റന്നാളെ ചെയ്യുമെന്ന് അറിയില്ല. നാളെ നെവിൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഷാനവാസിനെ, പക്ഷെ അത് നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല. നെഗറ്റീവ് ട്രെയിലായിട്ട് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട് പ്രൊമോ. നമുക്ക് നോക്കാം എന്താണ് പ്രൊമോയിൽ വരുന്നതെന്ന്. അപ്പം പ്രൊമോസിനോടെ പ്രോമിസ് എന്നല്ല, ചിലപ്പം ആരെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും അവരൊന്നും വന്നിട്ടില്ല. അവർ നോർമലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, ഒരു ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്.
അതിൽ നെവിൻ്റെ ഗെയിമിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നൂറ. ശരിക്കും പറഞ്ഞാൽ നെവിൻ്റെ ഗെയിം ഉണ്ട്, നൂറേക്കാളും കൂടുതൽ നെവിൻ്റെ ഗെയിം ഉണ്ട്. അത് വീക്കെൻഡ് എപ്പിസോഡ്സ് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. വീക്കെൻഡ് എപ്പിസോഡിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ആരൊക്കെയാണ്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ ലാലേട്ടനുണ്ടോ? അതാണ് നിങ്ങളുടെ കണ്ടന്റ്. ശരിക്കും പറഞ്ഞാൽ അത് ആദരിക്കായാലും എപ്പോഴെങ്കിലും അതാണ് സത്യാവസ്ഥ. അത് മാത്രം നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഈ ആഴ്ചത്തെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു. അപ്പോൾ നൂറയ്ക്ക് അത് അനലൈസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഈ മാനിപ്പുലേഷൻ കാർഡ് വേണ്ട നൂറ. ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. സ്ത്രീകൾ വരില്ല, ആണുങ്ങളെ വരുള്ളൂ. അത് ദാറ്റ്സ് നോട്ട് എ ഗുഡ് സ്ട്രാറ്റജി. അത് ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഇട്ട് കൊടുക്കുകയാണ്. പിന്നെയാണ് സീക്രട്ട് ടാസ്ക്. ആര്യൻ സീക്രട്ട് ടാസ്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരോട്. എന്നിട്ട് അതൊക്കെ വർക്കാവുമെന്ന് അറിയില്ല, നോക്കാം. ചിലപ്പം നടക്കുമായിരിക്കും. പിന്നെ ഇവർ ആര്യൻ്റെ പ്രത്യേകത ഉണ്ടോ, ആര്യൻ ആരുടെ ഏത് ടീമിലിട്ടാലും ആര്യൻ കളിക്കും കേട്ടോ. ആര്യനൊരു ടീം കൊടുത്തു കഴിഞ്ഞാൽ ആര്യൻ അവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് കളിച്ചോളും. അങ്ങനത്തെ ഒരു പ്രശ്നം ആര്യനില്ല. അതൊരു ഗെയിം സ്പിരിറ്റിൽ അങ്ങനെ എടുത്തോളും എന്തും. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുണ്ടായത്. പിന്നെ നൂറയ്ക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എപ്പോഴും പറയുന്നത്, അക്ബർ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല അനുമോളെ? ഈ ബെസ്റ്റ് പരാമർശ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല? അത് ഞാൻ ഇന്നലെയും പറഞ്ഞു, അക്ബർ ഗെയിമാണ് അവിടെ കളിച്ചത്. അക്ബർ നോർമൽ ബിഗ് ബോസ് ഗെയിം, അതായത് ഈ പേഴ്സണൽ ഇഷ്യൂ എടുത്തിട്ട് നോമിനേഷൻ ഇട്ടിട്ട് കാര്യമില്ല. അവിടെ എല്ലാവരും കൊണ്ടുവരണം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അക്ബർ നൂറയുടെ മാതിലിൻ്റെ പേര് പറഞ്ഞത്. അനുമോളെ ഇട്ടില്ല, അത് നൂറിലേക്ക് ഒരു വോട്ട് കൊടുക്കാനും പിന്നെ നൂറനെ എടുത്തിട്ടു. കാരണം വീക്ക് ഗെയിമർ എന്നുള്ളത്, വീക്ക് ഗെയിമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പേഴ്സണൽ ഇഷ്യൂ ഇട്ടിട്ടല്ല പുള്ളിക്കാരൻ ചെയ്തത്. അത് നല്ലൊരു പോയിന്റാണ് എനിക്ക് ശരിക്കും പിന്നെ അക്ബറിനെ കുറിച്ച് തോന്നിയത്. അപ്പോൾ നൂറയ്ക്കത് മനസ്സിലാവില്ല. നൂറ എപ്പോഴും പേഴ്സണൽ ഇട്ടിട്ടാണ് നൂറ എപ്പോഴും നിങ്ങൾ നൂറ മാത്രമല്ല, നൂറ ആദില അനുമോള് ഷാനവാസിനും പേഴ്സണൽ എടുക്കുന്നത് കുറച്ച് കൂടുതലാണ്. എല്ലാം പേഴ്സണലാണ്. അവരെ ആരും നോമിനേറ്റ് ചെയ്താൽ അവർക്ക് വിഷമം. അത് ഭയങ്കര പേഴ്സണൽ ഗെയിമാണ് അവരുടെ. അതുകൊണ്ടാണ് അവർക്ക് ഈ അക്ബറിനോടൊക്കെ ഇത്ര വിരോധം ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ ഗ്രൂപ്പിൽ. എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണെന്ന്. ഒന്നും ചെയ്യാതെ അന്ന് അക്ബറിന് ഗെയിമേ ഇല്ലായിരുന്നു. അപ്പോഴും പേഴ്സണൽ റിവെഞ്ച് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ പേഴ്സണൽ പ്രോബ്ലംസ് ആണ് ഇവരുടെ മെയിൻ ശരിക്കും നെഗറ്റീവ്. അത് ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ അതൊരു നമുക്കൊരു സുഖമായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും നമുക്ക് അവരുടെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. അവരുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും അവർ കുശുമ്പും ആ ഒരു നെഗറ്റീവ് വൈബാണ് അവർ തരുന്നത്, നെഗറ്റിവിറ്റിയാണ് തരുന്നത്. സത്യമായിട്ടും ഒരു ഹൈറ്റ് എടുക്കാൻ വേണ്ടി വിളിച്ചാൽ പോലും, ഒരു ഹൈറ്റ് എടുക്കാൻ വിളിച്ചു, ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റൻസ് ഹൈറ്റ് എടുത്തോളൂ, അതിൽ പോലും അവർക്ക് ക്യാപ്റ്റൻസിൻ്റെ വിശ്വാസമില്ല. ഒരു ഹൈറ്റിൽ എന്താണ് വിശ്വാസക്കുറവ്? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ നെഗറ്റിവിറ്റിയാണ് അവർ തരുന്ന ഔട്ട്. അതുകൊണ്ട് തന്നെയാണ് നൂറയ്ക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് അത് തന്നെ പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടാവും അത്. അപ്പോൾ നൂറയുടെ ഗെയിം ചേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നൂറയും അതിലും അനുമോളൊക്കെ ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നല്ല ഗെയിമേഴ്സായിട്ട് വന്നിരുന്നെങ്കിൽ എവിടെ എത്തിയാണ് ഷോർട്ട് കട്ടാണ് വിന്നേഴ്സ്. ഇപ്പോഴും ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ട്. വിന്നർ ആരാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ബിഗ് ബോസിന് എപ്പോഴും പ്രത്യേകത ഉണ്ട്. ചിലരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒക്കെ ഇടയ്ക്ക് ടോപ്പിൽ വരാറുണ്ട്. അങ്ങനെ വരുമോ ഈ തവണയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഐഡിയ ഇല്ല ആർക്കും. ശരിക്കും പറഞ്ഞാൽ ആർക്കും ടോപ്പ് 5 ഇല്ല. എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ടോപ്പ് 5 അറിയില്ല, എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയച്ചനോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല ടോപ്പ് 5 ആരായിരിക്കും. അവർക്കൊരു ഐഡിയ ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള ചില സമയത്ത് ഓരോ വീക്കിൽ അവരുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സ്ഥിരതയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ സീസണാണ്. ആർക്കും കയറാം, ആർക്കും താഴത്തോട്ട് പോകാം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നൂറ ഇനി അടുത്ത 2 ആഴ്ച കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നൂറ പോവും. നൂറ കളി മാറ്റും, ഗെയിം മാറ്റും, ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്ത് കളിക്കൂ. അങ്ങനെയാണെങ്കിൽ നൂറയും ചിലപ്പോൾ ഭാഗത്തേക്ക് മുകളിലോട്ട് പോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ നാളെ എന്തായാലും ഒരു കിച്ചൺ ഇഷ്യൂ ഉണ്ടാവും പാലിൻ്റെ സംബന്ധിച്ചിട്ടാണ്, അത് ഉറപ്പിച്ചോ. ഇന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായതാണ്. പിന്നെ നാളെ നവീനൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്, ഷാനവാസിനോട് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് നോക്കാൻ എന്തുണ്ടാകും. പിന്നെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കണ്ടിന്യൂ. ആര് വേണമെങ്കിൽ മുകളിലോട്ട് വരും കേട്ടോ. ടിക്കറ്റ് ഫിനാലെ ടാസ്കും ആർക്കും മുകളിലോട്ട് വരാം, ആർക്ക് താഴത്തോട്ട് പോകാം, അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ വരും, അതൊക്കെ ഉയർന്ന് താഴ്ന്നൊക്കെ നിൽക്കും. ലാസ്റ്റ് ആകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ബേസിക് ആയിട്ടൊരു മീഡിയം ലെവലിൽ കളിച്ചു പോകുന്ന ആൾക്കാർ ആ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് 6 പോയിൻറ്സും 7 പോയിൻറ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കും ഒരാൾ. അയാൾക്ക് മുകളിലോട്ട് എത്താനുള്ള ചാൻസ് ഉണ്ട്. അയാൾ എപ്പോഴും ടോപ്പ് എത്തും. കാരണം ഒരു ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറണമെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ട് മുകളിലോട്ട്, പിന്നെ ബാക്കി ടാസ്കിലൊക്കെ അത്രയും നന്നായിട്ട് ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നൂറയ്ക്ക് ഇപ്പോൾ അഡ്വാൻറ്റേജ് അതാണ്. പുള്ളിക്കാരി ഒരു മീഡിയം ലെവലിൽ നിന്ന് പോകുന്നുണ്ട് അല്ലേ എല്ലാ ടാസ്കിലും. എനിക്ക് അങ്ങനെ ഒരുപാട് ബോട്ടത്തിലേക്ക് പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നല്ലതാണ്, നല്ലൊരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നുന്നു. ആര്യന് ചില സമയത്ത് പറ്റി പോകുന്നുണ്ട്, അതുകൊണ്ട് അറിയില്ല എങ്ങനെയാണ്. സാബുമാനം പിന്നെ ഇടയ്ക്ക് പോകുന്നുണ്ട് താഴത്തോട്ട്. അപ്പോൾ നോക്കാം ഇവരാരൊക്കെ വരിക, എന്തൊക്കെ ടാസ്ക് വരുന്നത്, അതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.